തൃക്കേട്ട നക്ഷത്രം. തൃക്കേട്ട നക്ഷത്രക്കാർ നല്ല ലീഡർഷിപ്പ് സ്കില്ലുള്ളവരാണ്. അതുപോലെ നല്ല ധൈര്യമുള്ളവരാണ്. അതുപോലെ ഒരു സ്ട്രാറ്റജി മൈൻഡഡ് ആയിരിക്കും. അതായത് കുറച്ച് കാര്യങ്ങൾ തീരുമാനമൊക്കെ നിങ്ങൾ തീരുമാനിച്ച് വെച്ചിട്ടുണ്ടാവും. ആ ഒരു സ്ട്രാറ്റജിയിലൂടെ മാത്രമേ നിങ്ങൾ മുന്നോട്ട് പോവുള്ളൂ. നിങ്ങൾ എന്ത് കാര്യം തുറന്ന് സംസാരിക്കുന്നവരാണ്. അത് നിങ്ങൾക്ക് പലപ്പോഴും നല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കൂടുതൽ ശത്രുക്കളൊക്കെ ഉണ്ടാക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ പലപ്പോഴും ഈഗോ പ്രോബ്ലംസ് നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് താഴ്ന്നു കൊടുക്കാൻ വലിയ താല്പര്യം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല. അതുപോലെ നിങ്ങൾ എന്ത് വില കൊടുത്ത് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ നന്നായിട്ട് തന്നെ നിങ്ങൾ ശ്രമിക്കാറുണ്ട്. ഈ കഴിഞ്ഞ ഓഗസ്റ്റിൽ എന്തായാലും നിങ്ങൾക്ക് കരിയർ പരമായിട്ട് നിങ്ങൾക്ക് നല്ലൊരു പൊളിറ്റിക്സ് അനുഭവപ്പെട്ടിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ നിങ്ങൾ എന്തായാലും പാര വയ്ക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവർ ബ്ലെയിം ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാർ എന്തായാലും നിങ്ങളടുത്ത് ശ്രമിച്ചിട്ടുണ്ടാവും. റിലേഷൻഷിപ്പിൽ നല്ലൊരു ഈഗോ ക്ലാഷ് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ട് പെട്ടെന്നൊരു എക്സ്പെൻസ് നിങ്ങൾക്ക് ഓഗസ്റ്റ് സെക്കൻഡ് ഹാഫിൽ വന്നിട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് വലിയൊരു തിരിച്ചടിയായി. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാവും. ഹെൽത്ത് ഫാറ്റീഗ്, ഹെഡ് ഏക്ക് എന്നിവയുള്ള പ്രശ്നങ്ങളും നിങ്ങൾക്ക് എന്തായാലും നന്നായിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ ഈ സെപ്റ്റംബർ മാസത്തിൽ അങ്ങനെയൊന്നും ആയിരിക്കില്ല. കരിയർ പരമായിട്ട് മേലുദ്യോഗസ്ഥരുടെ നിന്ന് കുറച്ച് കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അവർ എന്ത് പറയണോ അത് കേൾക്കുന്നതായിരിക്കും നല്ലത്. പറ്റാത്ത കാര്യമാണെങ്കിൽ പറ്റില്ല എന്ന് മാന്യമായിട്ട് പറയൂ. അത് നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ അത് പറ്റില്ല എന്ന് പറയുമ്പോൾ ജോലി പോകുന്ന തരത്തിലാണെങ്കിൽ അത് നിങ്ങളുടെ മാത്രം ചോയ്സാണ്. അതുപോലെ IT, ഡിഫൻസ്, അഡ്മിനിസ്ട്രേറ്റീവ് ഫീൽഡിൽ ഉള്ളവർക്കെല്ലാം നല്ലൊരു ഗ്രോത്ത് തന്നെ എന്തായാലും ഉണ്ടാവും. ബിസിനസ് പരമായിട്ട് നോക്കുകയാണെങ്കിൽ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ നല്ല ഫോക്കസ് എന്തായാലും ചെയ്യണം. പാർട്ട്ണർഷിപ്പിൽ ട്രസ്റ്റ് ഇഷ്യൂസ് നന്നായിട്ട് തന്നെ ഉണ്ടാവും. അതും ഒരു പ്രശ്നമാണ്. സാമ്പത്തികപരമായിട്ട് നോക്കുകയാണെങ്കിൽ സഡൻലി ഒരു ഗെയിൻ എന്തായാലും ഉണ്ടാവും. അപ്പം തന്നെ ചിലവും നന്നായിട്ട് നിങ്ങൾക്ക് സെപ്റ്റംബർ മാസത്തിൽ എന്തായാലും ഉണ്ടാവും. ഇൻവെസ്റ്റ്മെന്റ് കുറച്ച് റിസ്കി ഉള്ള ഒരു മാസമാണ് സെപ്റ്റംബർ. റിലേഷൻഷിപ്പ് നോക്കുകയാണെങ്കിൽ ഡൊമിനേഷൻ അവോയ്ഡ് ചെയ്യുക. അതായത് വാക്ക് തർക്കത്തിൽ ജയിക്കാൻ ശ്രമിക്കരുത്. അതുപോലെ ഒരുപാട് ആധിപത്യം കാണിക്കുകയും ചെയ്യരുത്. ചെറുതായിട്ട് മാത്രം ആധിപത്യം കാണിക്കുക, ഒരുപാട് ആധിപത്യം കാണിക്കരുത്. പാർട്ട്നേഴ്സിനോട് നല്ല രീതിയിൽ കെയർ കാണിക്കുക. കുറച്ച് പക്ഷെ ഓവർ പൊസസീവ്നെസ് ആവണ്ട എന്ന് മാത്രം. സിംഗിൾസിന് ഒരു അൺഎക്സ്പെക്റ്റഡ് പ്രപ്പോസൽ എന്തായാലും വരും. അത് നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക. അത് നിങ്ങൾക്ക് ഓക്കെ ആവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഹെൽത്ത് പരമായിട്ട് നോക്കുകയാണെങ്കിൽ സ്ട്രെസ്, നെർവ് റിലേറ്റഡ് പ്രോബ്ലംസ്, അങ്ങനെയുള്ള പ്രോബ്ലംസ് എന്തായാലും ഉണ്ടാവും. അതുകൊണ്ട് നല്ല റെസ്റ്റും നല്ല രീതിയിൽ എക്സസൈസും ഉണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ആ ഭാഗത്തൊന്നും ഉണ്ടാവില്ല.